പ്രദീപ് സാർ പരിചയപ്പെടുത്തി. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. വളരെ നന്നായി, ഇത്രയും നന്നായിട്ട് എനിക്ക് പോലും പരിചയപ്പെടുത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി കൂടുതലായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നില്ല. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും രാവിലെ RCMനെ പഠിക്കാൻ, RCMന്റെ സാധ്യതകളെ കൂടുതൽ മനസ്സിലാക്കാൻ, ഏറ്റവും സുഖകരമായ ഉറക്കം എന്ന് പറയുന്നതിനെ നിയന്ത്രിച്ചുകൊണ്ട് ഏറ്റവും നല്ല സമയമായ പ്രഭാതം തിരഞ്ഞെടുത്ത് നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഏറ്റവും നല്ല സമയമാണിത്. ഒരു മനുഷ്യൻ തന്റെ പ്രവൃത്തിയും ചിന്തയും തുടങ്ങാൻ ഏറ്റവും നല്ല സമയമാണ് പ്രഭാതം എന്ന് പറയുന്നത്. ആ സമയത്ത് ഒന്നിച്ചു കൂടുകയും ഒന്നിച്ചായിരിക്കുകയും ഒന്നിച്ച് ചിന്തിക്കുകയും ഒന്നിച്ച് ഒരേ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത് ആ ദിവസത്തെ കൂടുതൽ മനോഹരമാക്കും, ആ ദിവസം കൂടുതൽ നമുക്ക് ഫലമുള്ളതാക്കും എന്നാണ് വിദഗ്ധർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സമയം അത് വളരെ വിലപ്പെട്ടതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിജയത്തിന് വേണ്ടി നല്ല രീതിയിൽ വിനിയോഗിക്കാം. ഞാൻ ഈ അവസരത്തിൽ RCMന്റെ ഉപജ്ഞാതാവായ ദീർഘദർശിയായ TCGയെയും കുടുംബത്തെയും സ്മരിക്കുന്നു. ഒപ്പം ഈ പ്രസ്ഥാനത്തെ നമ്മളിലേക്ക് എത്തിച്ചു തന്ന എല്ലാ ഗുരുക്കന്മാരായ ലീഡർമാരെയും ഞാൻ ഓർക്കുകയാണ്. ഡയമണ്ട് സുരേന്ദ്രഭട്ട് സാറ്, റൂബി ഗോപകുമാർ സാറ്, ഒപ്പം സഫയർ CRN മൂർത്തി സാർ ആൻഡ് ഫാമിലി, റൂബി ബിനു സാർ ആൻഡ് ഫാമിലി, ഒപ്പം നമ്മുടെ എല്ലാം മെന്ററായിട്ടുള്ള, എപ്പോഴും നമ്മുടെ കാര്യങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് തിരക്കിക്കൊണ്ട്, ഓരോരുത്തരെയും വിളിച്ച് തിരക്കി എന്ത് ചെയ്യാൻ പോകുന്നു, ഇന്നെന്താണ് RCMന് വേണ്ടി ചെയ്യാൻ പോകുന്നത്, എന്ത് ചെയ്തു, എങ്ങനെ ചെയ്യണം എന്ന് നിരന്തരം നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, പ്രചോദനം തന്നുകൊണ്ട്, നമ്മളെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന സ്റ്റാറമ്രാളുടെ റൈസിംഗ് കോർ ലീഡർ ബാബു സാറ്, ജെമിനി മാഡം, രണ്ടുപേരും ഒരുപോലെയാണ്. ഓരോ കാര്യങ്ങളിൽ ശാസിക്കാനും മുന്നോട്ട് നയിക്കാനും പറഞ്ഞു തരാനുമെല്ലാം നമ്മളോടൊപ്പം സഹോദര തുല്യമായി, അല്ലെങ്കിൽ ഒരു അച്ഛന്റെയോ അമ്മയുടെയോ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മളെ നയിക്കുന്നവരാണ് അവർ. അതുപോലെ തന്നെ നമ്മളിൽ നിന്നും വേർപിരിച്ചു പോയ സ്റ്റാർപേൾ ജോസാറ്, എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന, എന്നെ പരിചയപ്പെടുത്തിയ ജോസിമോൻ സാറ്, മറ്റ് ഈ വേദിയിൽ ഉള്ള ഈ ഉണർവിനെ പ്ലാറ്റ്ഫോം തുടങ്ങാനും അതിനെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് കൃത്യമായി അതൊരു ഒരു നിയോഗം പോലെ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ മേഖലയിലും ആ ഒരു രീതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെത്, റെജിമോൻ സാറിൻ്റെത്, പ്ലാറ്റിനം റെജിമോൻ സാറിൻ്റെത്. ഈ ഉണർന്ന പ്ലാറ്റ്ഫോം നമുക്ക് കൃത്യമായി ഒരുക്കി തരുന്ന റെജിമോൻ സാറ്, അതുപോലെ മറ്റ് സ്റ്റാർ അച്ചീവേഴ്സ് ആയിട്ടുള്ള പ്രദീപ് സാറ്, ശ്രീധർ ടീച്ചർ, സിവി മാഡം, ഒപ്പം ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള വൈറ്റൽ ലെവലിലുള്ള എല്ലാ ലീഡേഴ്സിനെയും, പുതുതായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെയും എല്ലാം ഞാൻ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ഭാഗത്തേക്ക് കടക്കാം. RCMനെ കുറിച്ച് സീരിയസ് ആയി നമുക്ക് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ടത്. ഇന്നലെ പ്രദീപ് സാറ് കുറച്ച് മുമ്പേ പറഞ്ഞു, ഇന്നലെ നടന്ന ആ ഗംഭീരമായ മീറ്റിംഗ്. പ്രദീപ് സാറ് പറഞ്ഞതിൽ നിന്ന് ഒരു ചെറിയൊരു തിരുത്ത്, നമ്മൾ കേട്ടിട്ടുള്ളതാണെങ്കിലും അദ്ദേഹം, സുരേഷ് സാറ് ഇന്നലെ അതൊരു വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിച്ചു എന്ന് പറയുന്നത് 100% ശരിയാണ്. എന്നാൽ ഒരു ദിവസം പോലും പറയാത്ത കാര്യങ്ങളും ഇന്നലെ പറഞ്ഞു എന്നുള്ളതാണ്. പുതിയ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം സുരേഷ് സാറിന്റെ ഒത്തിരി മീറ്റിങ്ങുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആരോഗ്യ ക്ലാസ്സുകൾ, പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് എല്ലാം ഒത്തിരി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ
ഇന്നലെ കേട്ട ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ തികച്ചും വിഭിന്നമായിരുന്നു എന്നുള്ളതാണ് സത്യം. ആരോഗ്യത്തെക്കുറിച്ചും ആരോഗ്യത്തെ സംബന്ധിച്ച് നമ്മളിലുള്ള ഓരോ രോഗങ്ങളെക്കുറിച്ചും അതിനെ എങ്ങനെ നേരിടാമെന്നും ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. അത്തരം കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞു തന്നപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായ ഒരു ക്ലാസ് ആയിരുന്നു. അത് പങ്കെടുക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം നഷ്ടമാണ് സംഭവിച്ചതെന്ന് തോന്നിപ്പോയത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ RCMന്റെ ഓരോ മീറ്റിങ്ങുകളും ക്ലാസ്സുകളും ഇങ്ങനെ തന്നെയാണ്. നമുക്കതിൽ നിന്ന് നേടാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. RCMൽ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മീറ്റിങ്ങുകൾ പോലും നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പാടില്ല. ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരെ അവഗണിക്കണം. ഇന്ന് വേണ്ട, അടുത്തതിന് പോകാം. അത് തന്നെ ശരിയായ രീതിയല്ല. ഇന്ന് പോകണ്ട, അടുത്തതിന് പോകാം. ആ ഒരു തീരുമാനം, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയാൽ നമ്മൾ ഏത് പ്രവൃത്തിയിൽ നിന്നും പുറകോട്ട് പോകും. അതുകൊണ്ട് ഒന്നും മാറ്റിവെക്കാൻ പാടില്ല. ഇന്ന് ചെയ്യേണ്ടത്, ഇന്ന് കിട്ടേണ്ടത് ഇന്ന് തന്നെ കിട്ടിയിരിക്കണം. അത് നമ്മൾ ആ ഒരു തീരുമാനം നമ്മൾ എടുത്തിരിക്കണം. അങ്ങനെ മുന്നോട്ട് പോകും. ഓക്കെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇന്നത്തെ കാര്യം RCMനെ എങ്ങനെ നമുക്ക് വളരെ എഫക്റ്റീവായി ചെയ്യാം എന്നുള്ളതാണ്. RCMനെ എല്ലാവരും ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അത് അത്ര എഫക്റ്റീവാണോ എന്നുള്ളതാണ് കാര്യം. എങ്ങനെ എഫക്റ്റീവായി ചെയ്യാം? എഫക്റ്റീവായി ഏത് കാര്യം ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിൽ വിജയം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന വിജയം, അല്ലെങ്കിൽ RCM നമുക്ക് തരുന്ന വിജയം നമുക്ക് ഉണ്ടാകും. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇന്ന് ഞാനൊന്ന് പറയാൻ ശ്രമിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ബാബു സാർ എടുത്തു തന്നൊരു ക്ലാസ്സാണ്. അതൊന്ന് നിങ്ങളിലേക്കും ഇവിടെ കേട്ടിട്ടുള്ള ആൾക്കാരുണ്ട്, മറ്റ് ആൾക്കാരിലേക്കും ഒന്ന് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതൊന്ന് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം RCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, റൈറ്റ് കോൺസെപ്റ്റ് മാർക്കറ്റിംഗ്, ശരിയായ വിപണന, ആശയത്തിലുള്ള വിപണനം. ശരിയായ ആശയമാണിത്. നല്ലൊരു ആശയമാണ്. ഏത് കാര്യത്തിനും ഒരു ആശയം ഉണ്ടാകണം. ഏതൊരു പ്രവർത്തിക്കും അതിന് അടിസ്ഥാനപരമായ ഒരു ആശയം ഉണ്ടാകണം. അത് ശരിയായ ഒരു ആശയമാണ് റൈറ്റ് കോൺസെപ്റ്റ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിന്റെ ശരിയായ ആശയം. അപ്പോ RCM എന്ന ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്ന രീതി, വിപണനത്തിന്റെ രീതി എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ്? പരമ്പരാഗതമായി നമ്മൾ തുടർന്നു വന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മാർക്കറ്റിംഗ് രീതിയാണ് RCMന്റെ ഡയറക്റ്റ് സെല്ലിംഗ്. ഉൽപാദകരിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് എത്തിക്കുന്ന രീതി. എന്നാൽ അതിന് വ്യത്യസ്തമായ ഒരു മാർക്കറ്റിംഗ് രീതി ഏതാണ്? നമ്മൾ കഴിഞ്ഞ കാലം പിന്തുടർന്നു വന്ന രീതി ഏതാണ്? അതാണ് പരമ്പരാഗത വിപണന രീതി. ഉൽപാദകരിൽ നിന്നും കുറെ ഇടനിലക്കാരിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തുന്നു. അത് പല പരസ്യ കമ്പനികളുടെ സഹായത്തോടെ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ കാലം കണ്ടുവന്ന ഒരു വിപണന രീതി എന്ന് പറയുന്നത്. ഈ രണ്ട് വിപണന രീതിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതുകൊണ്ട് ഉപഭോക്താക്കളായ നമ്മൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും എന്താണ്? പരമ്പരാഗത വിപണന രീതി എന്ന് പറയുമ്പോൾ അവിടെ ഇടനിലക്കാരുണ്ട്, പരസ്യ കമ്പനികളുണ്ട്, അവരുടെ ഇടപെടലുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് നേട്ടങ്ങളാണോ കോട്ടങ്ങളാണോ ഉള്ളത്? തീർച്ചയായും നമുക്കറിയാം, ഒരു വീതം വെപ്പില് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ വിഹിതം കുറഞ്ഞു പോകും. ഇവിടെ ഉൽപാദകൻ ഉണ്ടായേ പറ്റൂ. ഉൽപ്പന്നങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിന്റെ ഉൽപാദകൻ ഉണ്ടാകണം, തീർച്ചയായും. ഇനി ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താവും അവിടെ ഉണ്ടാവണം. അതിനെ ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. പിന്നെ ഒഴിവാക്കി നിർത്താൻ പറ്റുന്നത് ആരാണ്? അനാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? അത് ഇടനിലക്കാരും പരസ്യ കമ്പനികളും തന്നെയാണ്. അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ വിപണനം, ഈ മാർക്കറ്റിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഉൽപാദകനും ഉപഭോക്താവും തമ്മിൽ കൈകോർക്കണം. ഉൽപാദകനും ഉപഭോക്താവും തമ്മിൽ കൈകോർത്തു കഴിഞ്ഞാൽ ആ വിപണനം സുഗമമായി നടക്കും. ഈ ഇടനിലക്കാർക്കും പരസ്യ കമ്പനികൾക്കും
ഉപഭോക്താക്കൾക്കും കൊടുക്കേണ്ട വീതം അവർക്ക് കൊടുക്കേണ്ടതില്ല. ഇത് ആർക്ക് സ്വന്തമാകും? ഉപഭോക്താവായ നമ്മൾക്കും ഉൽപാദകനായ പ്രസ്ഥാനത്തിന് സ്വന്തമാകും. ഈ ഒരു കൈ കൊടുക്കലാണ് RCM നമ്മൾക്ക് വേണ്ടി തന്നിരിക്കുന്നത്. അതിനെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്, നേരിട്ടുള്ള വിപണനം. ഇതിന്റെ എല്ലാ മെച്ചങ്ങളും നമ്മൾക്ക് ലഭിക്കുന്നു, നമുക്ക് ലഭിക്കാനുള്ള അവസരം തന്നിരിക്കുന്നു. അത് ആർക്ക് വേണമോ അവർക്ക് എടുക്കാം. അതാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നതിന്റെ നേട്ടം എന്തൊക്കെയാണ്? തീർച്ചയായും ഉൽപാദകരിൽ നിന്നും ഉപഭോക്താവും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധമാകുമ്പോൾ ഉൽപ്പന്നങ്ങൾ ഒരിക്കലും മോശമാകാൻ പറ്റില്ല. നല്ല ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കുന്നു, ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ലഭിക്കുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇടനിലക്കാരെയും പരസ്യ കമ്പനികളെയും പൂർണ്ണമായി ഒഴിവാക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ലാഭത്തിന്റെ ഒരു ഭാഗം വിലക്കുറവായി നമുക്ക് തരും. അതെ, നമുക്കും MRP വിലയുണ്ട്. ആ MRP വിലയും മാർക്കറ്റിലെ അതേ സെയിം ബ്രാൻഡുകൾ സെയിം ഉപയോഗത്തിന് വേണ്ടി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇട്ടിരിക്കുന്ന വിലയിൽ നിന്നും വ്യത്യസ്തമായി വളരെ കുറഞ്ഞൊരു വില നമ്മുടെ MRPയിൽ ഉണ്ടാകുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വില നിയന്ത്രിത വില ആയി മാറുന്നു. അപ്പോൾ നിയന്ത്രിത വിലയും നല്ല ഉൽപ്പന്നങ്ങളും കിട്ടുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ വിപണിയിലേക്ക് ഒരിക്കലും മായം കലർന്നതോ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളോ ഒന്നും കടന്നു വരാനുള്ള ഒരു അവസരമില്ല എന്നുള്ളതാണ്. കാരണം ഇടനിലക്കാർ ആയിട്ടുള്ള മറ്റാൾക്കാർ ആരും ഈ ഒരു വിപണനത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആരാണോ ഉൽപാദകൻ ഉൽപ്പാദിപ്പിക്കുന്ന അതേ ഉൽപ്പന്നങ്ങൾ നേരിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നു. മറ്റാർക്കും ഈ വിപണനത്തിൽ പങ്കാളിത്തമില്ല. അതുകൊണ്ട് നല്ല ഉൽപ്പന്നങ്ങൾ, 100% ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ, മറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ ഇല്ല എന്ന് 100% ഉറപ്പുവരുത്തിക്കൊണ്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ ഈ ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ സാധിക്കുന്നു. ഒപ്പം വിലക്കുറവും കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇതിലൂടെ നമുക്ക് ഒരു സാമ്പത്തിക ലാഭം ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ RCM എന്ന പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉപഭോക്താവ് എന്നുള്ള നിലയിൽ വിലക്കുറവുണ്ടാകുമ്പോൾ ആ കുടുംബത്തിന്റെ ബജറ്റിനെ വളരെയേറെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ ഒരു അവസരം എന്ന് പറയുന്നത്, ഈ സംവിധാനത്തിലൂടെ നമുക്ക് ഒരു മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് RCM എന്ന പ്രസ്ഥാനത്തിലേക്ക് വരാം. ആ മെമ്പർഷിപ്പ് കിട്ടുന്നതോടുകൂടി നമുക്ക് ഉൽപ്പന്നങ്ങൾ വീണ്ടും MRP വിലയിൽ നിന്നും വീണ്ടും വിലക്കുറവ് ഉണ്ടായിക്കൊണ്ട് മറ്റൊരു വിലയ്ക്ക് നമുക്ക് കിട്ടുന്നു. അതാണ് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് അല്ലെങ്കിൽ അസോസിയേറ്റ് ബയർ പ്രൈസ് എന്ന് പറയുന്നത്. നമ്മൾ അസോസിയേറ്റ് ബയറായി മാറുന്നു, ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പങ്കാളിയായി മാറുന്നു, പാർട്ണറായി മാറുന്നു. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് അത് MRPയിൽ നിന്നും കുറഞ്ഞൊരു വിലയ്ക്ക്, ഏതാണ്ട് 20% മേളിലുള്ള ഒരു കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടാകും. അവിടെ സംഭവിക്കുന്നത് എന്താണ്? നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു, വിലക്കുറവിൽ കിട്ടുന്നു, വീണ്ടും വിലക്കുറവിൽ കിട്ടുന്നു. അവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരമാണ് ഈ ഉൽപ്പന്നങ്ങളെ നമ്മളുടെ ഉൽപ്പന്നങ്ങളുടെ ഇട്ടിരിക്കുന്ന MRP വിലയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ട് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാം. അത് മാർക്കറ്റിലെ മറ്റ് ഉൽപ്പന്നങ്ങളെക്കാൾ കുറഞ്ഞ ഒരു MRP അവിടെ വരുന്നത് കൊണ്ട് ഈ ഉൽപ്പന്നങ്ങളെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട്, അതിന്റെ ക്വാളിറ്റിയെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട്, ഈ വിലയെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നു. ഇതാണ് ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഉപഭോക്താവിനുണ്ടാകുന്ന ആദ്യ മെച്ചങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ സെയിൽ ചെയ്ത് ധാരാളം പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ RCMലുണ്ട്, മറ്റ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളെല്ലാം ഉണ്ട്. അപ്പം ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പ്രത്യേകതയും ഗുണമെന്ന് പറയുന്നത് ആദ്യം പറയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്തൊരു പോയിന്റാണ്. അപ്പം ഒന്നാമത്തെ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ് RCM. ആദ്യത്തെ മെച്ചങ്ങൾ ആണ് പറഞ്ഞത്, അല്ലെങ്കിൽ പരമ്പരാഗത വിപണന രീതിയിലുള്ള കോട്ടങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഉപഭോക്താവിന് ഗുണം കിട്ടുന്ന ഒരു മാർക്കറ്റിംഗ് രീതി എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഡയറക്റ്റ് സെല്ലിങ്ങിനെ
RCM എന്ന പ്രസ്ഥാനം നമുക്ക് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ അവസരം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത്, അത് ഡയറക്റ്റ് സെല്ലിംഗ് ആയാൽ മാത്രം സാധിക്കില്ല. അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. ആ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ വരുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ മുമ്പിൽ അനന്ത സാധ്യതകൾ ഉണ്ടാകുകയുള്ളൂ. അനന്ത സാധ്യതകൾ. കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂർ നടന്നു ULP. എന്താണ് ULP എന്ന് പറയുന്നത്? അൺലോക്കിംഗ് ലിമിറ്റ്ലെസ് പോസിബിലിറ്റീസ് എന്നാണ് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അൺലോക്കിംഗ് ലിമിറ്റ്ലെസ്, അതെ, അനന്ത സാധ്യതകൾ. അത് സംഭവിക്കണമെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന വിപണന രീതി തിരഞ്ഞെടുത്തേ പറ്റുള്ളൂ. അവിടെയാണ് ഇതിന്റെ കാതൽ എന്ന് പറയുന്നത്. RCM ബിസിനസിന്റെ കാതൽ എന്ന് പറയുന്നത് MLM ആണ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. അതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ RCM ബിസിനസ് എന്ന് പറയുന്നത് ഒരു അർത്ഥവത്തായ രീതിയിൽ ആവില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. RCM തരുന്ന സാധ്യതകളെ മുഴുവൻ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഭാഗമായി നമ്മൾ അത് ചെയ്തേ മതിയാകുകയുള്ളൂ. അതിലൂടെ മാത്രമാണ് നമ്മൾ പറയുന്ന, അല്ലെ ലീഡേഴ്സ് പറയുന്ന, സിസ്റ്റം പറയുന്ന പാസീവ് ഇൻകത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പാസീവ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു ജോലി ചെയ്ത് കുറെ കാലം ജോലി ചെയ്തതിന് ശേഷം ആ ജോലി ചെയ്യാതിരിക്കുമ്പോൾ പോലും നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്ന രീതി, സാമ്പത്തിക സുരക്ഷിതത്തിലേക്ക് നമുക്ക് പോകുന്ന രീതി, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ പോകുന്ന രീതി, സമയ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ പോകുന്ന രീതി, അതാണ് ഒരു പാസീവ് ഇൻകത്തിലൂടെ നേടേണ്ടത്. അത് ഈ പറയുന്ന മാർക്കറ്റിംഗ് രീതിയിലേ പറ്റുള്ളൂ. അതായത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പം ആ ഒരു രീതി എന്താണെന്ന് നമ്മൾ പഠിക്കണം. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിക്കണം. പല തലത്തിലുള്ള പല മാർക്കറ്റിംഗ് എന്നാണ് നമുക്ക് അതിനെ പറയാൻ സാധിക്കുന്നത്. അവിടെ RCM നമുക്ക് തരുന്ന അവസരം എന്ന് പറയുന്നത് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ₹1 നിങ്ങൾക്ക് മുതൽ മുടക്കില്ലാതെ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു വരുമാനം നേടാൻ പറ്റുന്നൊരു അവസരം. ഇപ്പോൾ നമ്മൾ പറയുകയുണ്ടായി, നമ്മുടെ ലീഡേഴ്സിന് കിട്ടുന്ന വരുമാനത്തെക്കുറിച്ച് 25 ലക്ഷം മുതൽ 50 ലക്ഷം വരെ, 50 ലക്ഷത്തിന് മുകളിൽ വാങ്ങിക്കുന്ന ലീഡേഴ്സ് നമ്മുടെ ഈ RCM എന്ന പ്രസ്ഥാനത്തിലുണ്ട്. ഏതാണ്ട് 2000-ലാണ് RCM എന്ന പ്രസ്ഥാനം തുടങ്ങിയെങ്കിൽ അന്ന് കടന്നു വന്നിട്ടുള്ള ഇന്ന് RCM-നെ ഏറ്റെടുത്ത് ശരിയാവണ്ണം പ്രവർത്തിച്ച പല ലീഡേഴ്സുമാണ് ഇന്ന് അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. അന്ന് അവർക്ക് ഒട്ടേറെ സ്ട്രഗിൾ ചെയ്യേണ്ടി ഉണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് അവരുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കാനായിട്ട് പ്രവർത്തിച്ചവര് ഇന്ന് അതുപോലെ ഈ പറയുന്ന RCM മുന്നോട്ട് വെക്കുന്ന ഈ സൗഭാഗ്യങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതിനെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, അവരെ പഠിക്കേണ്ടതുണ്ട്, അവരെ കേൾക്കേണ്ടതുണ്ട്. തീർച്ചയായും ഈ ഒരു വലിയ അവസരമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം അതിനെ എഫക്റ്റീവായിട്ട്, മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാനുള്ള ആദ്യ സ്റ്റെപ്പുകളാണ് നമുക്ക് 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത്. അത് ഒന്നാമത്തെ എന്ന് പറയുന്നത് നമുക്ക് 3 ഡികളാണ്. 3 ഡികൾ, 3D. അതിൽ ഒന്നാമത്തേതാണ് ഡിസ്പ്ലേ വാൾ. തീർച്ചയായും RCM ബിസിനസിനെ സീരിയസ് ആയി ഏറ്റെടുക്കുന്ന ഓരോ വ്യക്തിയും ആരംഭിച്ചിരിക്കേണ്ടതാണ് ഡിസ്പ്ലേ വാൾ എന്ന് പറയുന്ന കാര്യം. രണ്ടാമത്തെ D ആണ് ഡയമണ്ട് ക്ലബ്ബ്. മൂന്നാമത്തെ D ആണ് അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ കൃത്യമായി ചെയ്യേണ്ടത്. അതിന്റെ തുടക്കമാണ്. നല്ല എഫക്റ്റീവായി RCM ബിസിനസിനെ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി ഈ ഒരു കാര്യം വളരെ എഫക്റ്റീവായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകും. എന്താണ് നമുക്ക് ഡിസ്പ്ലേ വാൾ ഒന്ന് പറയാം. ഒരു പക്ഷേ പലർക്കും എന്താണ് ഡിസ്പ്ലേ വാൾ എന്ന് അറിയത്തില്ലാത്തവരും ഇതിനകത്താണ്. ഡിസ്പ്ലേ വാൾ എഫക്റ്റീവായി ചെയ്യുന്ന ആൾക്കാരും ധാരാളം പേര് ഇതിനകത്തുണ്ട്, അറിയത്തില്ലാത്ത ആൾക്കാരും എന്ന് നമുക്ക് വിശദീകരിക്കാം. എന്താണ് ഡിസ്പ്ലേ വാൾ? നമ്മൾ അസോസിയേറ്റ് ബയറായി RCM-ൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, RCM-ന്റെ സാധ്യതയെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, RCM സീരിയസ് ആയി ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ആരംഭിക്കേണ്ടതാണ് ഡിസ്പ്ലേ വാൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ വാൾ നമ്മുടെ ഐഡിയോട് ചേർത്ത് ഒരു ഡിസ്പ്ലേ വാൾ നമ്പർ രജിസ്റ്റർ ചെയ്യുന്നു. എന്നിട്ട് ആ നമ്പറിലേക്ക് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു. 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങളോ 10,000 അതിൽ കൂടുതലോ ഉൽപ്പന്നങ്ങൾ
ഒരു തവണയായിട്ടോ പല തവണയായിട്ടോ വാങ്ങി അത് ബില്ല് ചെയ്ത് സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ സാധാരണ ഷോപ്പുകളിൽ ലഭിക്കുന്നത് പോലെയുള്ള ഒരു ബില്ലിംഗ് സൗകര്യം കൂടെ നമുക്ക് ലഭിക്കുന്നു ആ ഡിസ്പ്ലേ വാളിൽ. അപ്പോൾ ബില്ലിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഡിസ്പ്ലേ വാളിൽ നിന്ന് ബില്ല് ചെയ്ത് നമ്മുടെ ഐഡിയിലേക്കും നമുക്ക് ശേഷം വരുന്ന നമ്മുടെ ടീമിൽ വരുന്ന ആരുടെ വേണമെങ്കിലും ഐഡിയിലേക്കും ബില്ല് ചെയ്ത് നമുക്ക് കൊടുക്കാനുള്ള ഒരു സൗകര്യം നമുക്കുണ്ടാകുന്നു. അപ്പോൾ ഒരു മിനി ഷോപ്പ് നമ്മുടെ കൈവശമാകുന്നു, അല്ലെങ്കിൽ വീട്ടിൽ ഒരു വിപണി എന്ന മലയാളത്തിൽ നമുക്ക് പറയാവുന്ന രീതിയിൽ നമുക്കൊരു സൗകര്യം നമുക്ക് കിട്ടും. അതുകൊണ്ടുള്ള മെച്ചം എന്താണ്? ഡിസ്പ്ലേ വാൾ ഉണ്ടെങ്കിൽ നമുക്ക് മെച്ചം എന്താണ്? അത് നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ സഹായിക്കുന്നു? അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഡിസ്പ്ലേ വാൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ ഡിസ്പ്ലേ വാളിലൂടെ നമുക്ക് ഉൽപ്പന്നങ്ങൾ ധാരാളം നമ്മുടെ കയ്യിലുണ്ടാകുന്നു. വീട്ടിൽ എപ്പോഴും നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ഉണ്ടാകും. ഇത് നമുക്ക് മറ്റാൾക്കാരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു. കൂടുതൽ ഉൽപ്പന്നങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമുക്ക് സൗകര്യം ഉണ്ടാകുന്നു. നമുക്ക് ഒരിക്കലും ഒരു ഉൽപ്പന്നം പോലും നമ്മുടെ വീട്ടിൽ ഇല്ലാതെ വരുന്നില്ല. അപ്പോൾ അല്ലാത്ത പക്ഷം നമുക്ക് ചിലപ്പോൾ സംഭവിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ഉൽപ്പന്നങ്ങളും ചിലപ്പോൾ ഡിസ്പ്ലേ വാൾ ഇല്ലാത്ത അവസരത്തിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രമേ വാങ്ങിക്കുകയുള്ളൂ. പെട്ടെന്ന് ചിലപ്പോൾ ചില ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യുന്നത് ചിലപ്പോൾ മറ്റു കടകളിൽ പോയി മറ്റു ബ്രാൻഡുകളൊക്കെ വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥ വരുന്നു. അത് ഒരിക്കലും നമ്മുടെ ബിസിനസിനെ സഹായിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാകുകയും അത് മറ്റാൾക്കാരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേ വാൾ എന്ന് പറയുന്ന രീതിയിൽ ഉൽപ്പന്നങ്ങൾ സഫീഷ്യന്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാകണം. നമ്മൾ പറയുന്നതിലും 10 ഇരട്ടി എഫക്റ്റീവാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എഴുതി വെക്കുക എന്ന് പറയുന്നത്. എഴുതി വെക്കുന്നതിനേക്കാളും 10 ഇരട്ടി എഫക്റ്റീവാണ് അതിനെ അനുഭവിക്കാൻ ഉള്ള അവസരം കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നതിൽ നിന്ന് 100 ഇരട്ടിയായി മാറുന്നു അതിന്റെ എഫക്റ്റീവ്നെസ്. അത് ഉൽപ്പന്നങ്ങൾ ഒരാൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ. നമ്മൾ പലരും ചെയ്യുന്നത് അങ്ങനെയല്ല. ഉൽപ്പന്നങ്ങൾ ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നില്ല. RCM ബിസിനസ് ഭയങ്കരമായിട്ട് ചെയ്യുന്നുമുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞങ്ങ് പോകും. കേൾക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവത്തില്ല. അവരെല്ലാം മൂളി കേൾക്കും. അതിന്റെ ഫോളോ അപ്പ് ഉണ്ടാകത്തില്ല. RCM ബിസിനസ് പറഞ്ഞിടത്ത് തന്നെ നിൽക്കുകയും ചെയ്യും. ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകില്ല. അതേസമയം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ആ ഉൽപ്പന്നങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയാണ് ആ ഒരു ഉപഭോക്താവ് ഉണരുന്നത്. ഇത് നല്ല ഉൽപ്പന്നമാണല്ലോ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വരെ ഉപയോഗിച്ചതിനേക്കാൾ എത്രയോ മെച്ചമാണ്, ഇതിന്റെ വില കുറവാണല്ലോ. ഈ 2 കാര്യങ്ങളാണ് ആദ്യം നമുക്ക് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. അത് ഉൽപ്പന്നങ്ങൾ ഷെയർ ചെയ്ത് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അത് ഉപയോഗിച്ചാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു അവസരം നമുക്ക് ഉണ്ടാകണമെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ സ്റ്റോക്ക് നമ്മുടെ കൈവശം ഉണ്ടാവണം. അത് കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേ വാളിന്റെ മെച്ചങ്ങൾ അതൊക്കെയാണ്. അതിൽ നിന്ന് നമുക്ക് ഇഫക്റ്റീവായി ഒരാളോട് പ്ലാൻ പറഞ്ഞ് ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ട് അതിൽ വേണ്ടത്ര ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അവരെ 6 ബേസിക്സിന്റെ അടിസ്ഥാനത്തിൽ വേണം ഒരാളെ RCMലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഫോളോ അപ്പ് നടത്തി അവരെ ജോയിനിങ് നടത്തിക്കൊണ്ട് നമുക്ക് 2000-ഓ അതിൽ കൂടുതലോ എത്ര വേണമെങ്കിലും ആകാം ഉൽപ്പന്നങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ട് ആ സ്പോട്ടിൽ തന്നെ ഡിസ്പ്ലേ വാളിൽ നിന്ന് ബില്ല് ചെയ്ത് കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ നമുക്കൊരു കടയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കട കൊണ്ടേ പരിചയപ്പെടുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. പക്ഷേ വളരെ സ്പീഡിൽ RCM ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോയി ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ട് ബില്ലടിച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഡിസ്പ്ലേ വാൾ സഹായിക്കും. ഇത് ആണ് ഡിസ്പ്ലേ വാൾ എന്ന് പറയുന്ന നമ്മുടെ ബിസിനസിനെ വളരെ എഫക്റ്റീവായി സഹായിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ഡയമണ്ട് ക്ലബ്ബ്. എന്താണ് ഡയമണ്ട് ക്ലബ്ബ്? അതിന്റെ ആവശ്യം എന്താണ്? അത് എന്തുമാത്രം നമ്മുടെ ബിസിനസിനെ സഹായിക്കും എന്ന് പറയുന്നത്, ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്നത് 1-ാം തീയതിക്കും 10-ാം തീയതിക്കും ഇടയിൽ 5000 PV സെൽഫ് ഐഡിയിൽ ബില്ല് ചെയ്തുകൊണ്ട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഐഡിയിൽ ബില്ല് ചെയ്യുക എന്നുള്ളതാണ് ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്നത്. അതെന്താണ് അതിന്റെ ആവശ്യം? ഇവിടെയാണ്
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം ഉപയോഗിക്കാൻ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് 5000 PVയുടെ ഉൽപ്പന്നങ്ങൾ, ഏകദേശം ഒരു 10,000 രൂപയുടെ സാധനങ്ങളെങ്കിലും എല്ലാ മാസവും തുടക്കത്തിൽ തന്നെ പറ്റുമെങ്കിൽ 1-ാം തീയതി തന്നെ എന്നാണ് പറയുന്നത് ചെയ്ത് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് എല്ലാ വീട്ടിലെ ഉപയോഗത്തിനും നമ്മുടെ ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം ഉണ്ടാകും. ഒപ്പം നിങ്ങൾക്ക് മറ്റുള്ളവരെ പരിചയപ്പെടുത്തുവാനും സെയിൽ ചെയ്യുവാനും ഇവിടെയാണ് നമുക്ക് സെയിലിന്റെ സാധ്യത എന്ന് പറയുന്നത്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഐഡിയിൽ ബില്ല് ചെയ്തുകൊണ്ട് മെമ്പർമാരല്ലാത്ത ആൾക്കാരിലേക്ക് നമുക്ക് ഇതിനെ സെയിൽ ചെയ്തുകൊണ്ട് പുതിയ പുതിയ ആൾക്കാരിലേക്ക് RCMന്റെ ഉൽപ്പന്നങ്ങളെ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അവിടെ നമുക്കൊരു വരുമാനം ഉണ്ടാകുന്നു. നമ്മുടെ അസോസിയേറ്റ് ബയർ പ്രൈസിൽ കിട്ടിയ ഉൽപ്പന്നങ്ങൾ നമ്മുടെ MRP വിലയിൽ സെയിൽ ചെയ്തുകൊണ്ട് ആ ഒരു മാർജിൻ നമുക്ക് ലഭിക്കുമ്പോൾ മാസത്തിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു. ഒപ്പം ഈ ഉൽപ്പന്നങ്ങളെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നു, പരിചയപ്പെടുത്താനുള്ള അവസരം ഉണ്ടാകുന്നു. ആ പരിചയപ്പെടുത്തലിലൂടെയാണ് തീർച്ചയായിട്ടും RCMലേക്ക് പുതിയ പുതിയ ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ എളുപ്പമായി മാറുന്നത്. അപ്പോൾ നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി കൊടുക്കുവാനും അവർക്ക് അതിന്റെ വില ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും അതിന്റെ ക്വാളിറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും നമുക്ക് ഈ സെയിലിലൂടെ സാധിക്കുന്നു. ഒപ്പം നമുക്ക് വരുമാനവും ഉണ്ടാകുന്നു. ഈ ഒരു പ്രക്രിയ നടക്കുമ്പോൾ ഡിസ്പ്ലേ വാളിൽ നിന്ന് നമുക്ക് ബില്ല് ചെയ്ത് കൊടുക്കാനും സാധിക്കും, പുതിയ ജോയിനിങ് എടുക്കാൻ സാധിക്കും, സെയിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഒരു 5000 PV നമ്മൾ ബില്ല് ചെയ്ത് കഴിയുമ്പോൾ 5000 PVയുടെ മറ്റു ഗുണങ്ങളും നമുക്ക് കിട്ടുന്നു. ഇവിടെയാണ് മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ D എന്ന് പറയുന്നത്, അതാണ് ഡ്യൂപ്ലിക്കേഷൻ. RCM ബിസിനസ് തന്നെ ഡ്യൂപ്ലിക്കേഷൻ ആണ്. വളരെ എഫക്റ്റീവായി നമുക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലൂടെ എന്താ പറയുന്നത്, തുടക്കകാലത്ത് 2000 തുടങ്ങിയ RCM ബിസിനസ് അതിന്റെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തുടങ്ങിയപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ചെറിയ 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 പിശകുകളൊക്കെ തിരുത്തി ഇപ്പം ഏറ്റവും എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ രീതിയിലും ഉള്ള ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. അതിനെ ഫോളോ ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെയാണ് ആ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. തെളിയിച്ച കാര്യങ്ങളാണ് നമുക്ക് ഒരു ഗൈഡ് ലൈനായി തന്നിരിക്കുന്നത്. അതാണ് 21 ഗോൾഡൻ റൂൾസ്, 6 ബേസിക്സ്, 8 കോൺസെപ്റ്റ്സ്, 7 കാർഡിനൽ റൂൾസ്. ആ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുക മാത്രമേ വേണ്ടതുള്ളൂ. മറ്റൊന്നും നമുക്ക് പുതിയതായി ഒന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല, പുതിയൊരു വഴി കണ്ടെത്തേണ്ട ആവശ്യമില്ല. കൃത്യമായ വഴി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്പ്ലേ വാൾ ആരംഭിച്ചു കഴിഞ്ഞാൽ, ഡയമണ്ട് ക്ലബ്ബ് നമ്മൾ ചെയ്തു തുടങ്ങി, എല്ലാ ഉൽപ്പന്നങ്ങളും 100% ഉപയോഗിക്കുകയും ഒപ്പം സെയിൽ ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കുകയും ഒപ്പം നല്ല രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്ത ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതാണ് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളത്. അതിനെയാണ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു, ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു, സെയിൽ ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു, ആൾക്കാരെ ജോയിനിങ് നടത്തി RCMന്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുപ്പിക്കുന്നു. അവർക്ക് ഈ അവസരത്തെ മനസ്സിലാകുന്നു, നമ്മൾക്ക് മനസ്സിലായതുപോലെ തന്നെ അവർക്കും മനസ്സിലാകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ പ്രക്രിയ എന്താ പറയുന്നത്, നമ്മൾ മുഖാന്തരം കടന്നു വരുന്ന ഓരോരുത്തർക്കും ഈ അവസരം നമ്മളും ഉണ്ടാക്കി കൊടുക്കുന്നു. അവർക്കും RCMനെ ശരിയായ രീതിയിൽ അതിന്റെ സാധ്യതകളെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നു. അതിനാണ് നമ്മൾ മീറ്റിംഗിൽ പങ്കെടുത്താൽ മാത്രം പോരാ, നമ്മൾ കൊണ്ടുവരുന്ന ആൾക്കാരെ, എത്ര അധികം ആൾക്കാരെ നമ്മുടെ പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് RCMന്റെ സാധ്യത മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ടാകുന്നു. അതാണ് RCMന്റെ വിജയത്തിന്റെ ആധാരം എന്ന് പറയുന്നത്. കാരണം മീറ്റിങ്ങിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, നമ്മൾ പത്രപരസ്യം ചെയ്യുന്നില്ല, TV-യിലൂടെ പരസ്യം ചെയ്യുന്നില്ല, മറ്റൊരു രീതിയിലും RCMനെ അറിയാൻ അവസരമില്ല, ആർക്കും അവസരമില്ല. കവലയിൽ ഇരുന്നാൽ അറിയത്തില്ല, ചായക്കടയിൽ ഇരുന്നാൽ അറിയത്തില്ല, മറ്റ് ഉത്സവത്തിനോ പെരുന്നാളിനോ പോയാൽ അറിയത്തില്ല. RCMന്റെ മീറ്റിംഗിൽ വന്ന് RCMന്റെ ട്രെയിനിങ്ങിൽ പങ്കെടുത്താൽ മാത്രമേ RCMന്റെ സാധ്യത മനസ്സിലാകുള്ളൂ. അതുകൊണ്ടാണ് RCMന്റെ മീറ്റിംഗിൽ നിർബന്ധമായി നമ്മൾ പങ്കെടുത്ത് അത് എന്താണ് കൃത്യമായി ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ആ മീറ്റിംഗിൽ പങ്കെടുത്ത് എങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഡ്യൂപ്ലിക്കേഷൻ സാധ്യമാകുകയുള്ളൂ.
നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് അതേപടി ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഡ്യൂപ്ലിക്കേഷനാണ് ഇവിടെ നടക്കേണ്ടത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3D ആണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ആ പ്രക്രിയ, ആ പ്രോസസ്സ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ 3D എന്ന് പറയുന്ന ഡിസ്പ്ലേ വാള്, ഡയമണ്ട് ക്ലബ്ബ്, ഡ്യൂപ്ലിക്കേഷൻ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ ടീമിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ആ ഒരു പ്രോസസ്സ് മുന്നോട്ട് പോകുമ്പോഴാണ് ശരിയായ രീതിയിലുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നടക്കുന്നത് എന്ന് പറയുന്നത്. അവിടെ പല തലത്തിലുള്ള സ്ലാബുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാനിലുണ്ട്. അത് മനസ്സിലായി കഴിയുമ്പോൾ അതിന്റെ സാധ്യത നമുക്ക് മനസ്സിലാവും. ഈ ഒരു പ്രോസസ്സ് ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് അടുത്തതായിട്ടുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് വ്യക്തമായി ഒരു തീരുമാനം നമുക്ക് ഉണ്ടായിരിക്കണം. അവിടെയാണ് സെറ്റ് യുവർ ഗോൾ എന്ന് പറയുന്നത്. RCM ബിസിനസ് ചെയ്യുന്നത് അന്നത്തെ ആവശ്യത്തിന് വേണ്ടിയല്ല. ഇത് നമ്മുടെ പരമമായ ഒരു സ്വപ്നമുണ്ടെങ്കിൽ, ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ തീർച്ചയായും ആ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം. അവിടെയാണ് 6 ബേസിക്സിന്റെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മേക്ക് എ ലിസ്റ്റ് ഓഫ് യുവർ ഡ്രീംസ് ആൻഡ് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്. മേക്ക് എ ലിസ്റ്റ് ഓഫ് യുവർ ഡ്രീംസ്. സ്വപ്നങ്ങളില്ലാത്തവരെ നമുക്ക് ആവശ്യമില്ല, ആഗ്രഹങ്ങളില്ലാത്തവരെ നമുക്ക് ആവശ്യമില്ല. അവര് യൂസ്ലെസ് ആണ്. ആഗ്രഹങ്ങളില്ലാത്തവർ യൂസ്ലെസ് ആണ്. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവണം. ആ ആഗ്രഹങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഓരോ ദിവസവും പ്രതീക്ഷയോടെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മളെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള നമ്മുടെ തീവ്രമായ ചിന്തയും ആഗ്രഹവുമാണ്. അങ്ങനെയുള്ളവരെ നമുക്ക് ഉണ്ടായിരിക്കണം. ഒപ്പം സ്വപ്നങ്ങളുള്ളവരെ കണ്ടെത്തണം. ഇല്ലെങ്കിൽ അവർക്ക് സ്വപ്നങ്ങളെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ അവർക്ക് പ്രചോദിതമാകണം. അങ്ങനെ വരുന്ന ആൾക്കാരെയാണ് നമുക്ക് ഒപ്പം കൂട്ടേണ്ടത്. അങ്ങനെ അവർ വന്നു കഴിയുമ്പോൾ തീർച്ചയായും അവർക്കും സ്വപ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവരും അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് RCM ബിസിനസിന്റെ എല്ലാ പരിധി വിട്ടുള്ള ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ലിമിറ്റ്ലെസ് പോസിബിലിറ്റിയിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നത്. അപ്പം അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ് സെറ്റ് യുവർ ഗോൾ. വ്യക്തമായ എഴുതി വെച്ച ഒരു ഗോൾ. അത് RCM മാത്രമേ നമ്മൾ പറയുന്ന മറ്റൊരു പ്രസ്ഥാനവും പറയുന്നില്ല. ഏത് പ്രസ്ഥാനത്തിൽ ചെന്നാലും നമുക്ക് ഇത്ര രൂപ ശമ്പളം തരാമെന്നേ പറയുള്ളൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര വലുതുമായിക്കോട്ടെ എഴുതി വെച്ചോളൂ, നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വ്യക്തമായി എഴുതി വെച്ച് പറഞ്ഞിരിക്കുന്ന പ്രസ്ഥാനം RCM മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അത് എഴുതി വെക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അപ്പോ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഗോൾ എന്നുള്ളതാണ് ഒന്ന് നമുക്ക് പരിശോധിക്കാവുന്നത്. അപ്പോൾ എഴുതി വെച്ച എത്ര വലുതുമായിക്കോട്ടെ നിങ്ങളത് എഴുതി വെച്ച ഒരു ഗോൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പം അതെങ്ങനെയുള്ള ആയിരിക്കണം ഗോൾ എന്നാണ് പറയുന്നത്. ഗോൾ സ്മാർട്ട് ആയിരിക്കണം എന്നാണ് പറയുന്നത്. സ്മാർട്ട് ആയിരിക്കണം. SMART എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് എഴുതി വെക്കാൻ പേൻ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഗോൾ എന്തായിരിക്കണം? സ്മാർട്ട് ആയിരിക്കണം. സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അക്ഷരങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. SMART സ്മാർട്ട് ആയിരിക്കണം. എന്താണ് സ്മാർട്ട് എന്ന് പറയുന്നത്? സ്മാർട്ട് എന്ന് പറയുന്ന വാക്കിലെ ആദ്യ അക്ഷരമായ എസ്, അത് എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മുടെ ഗോൾ സ്പെസിഫിക് ആയിരിക്കണം. അതിനൊരു വ്യക്തത ഉണ്ടായിരിക്കണം, കൃത്യത ഉണ്ടായിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. നമ്മളത് ഓരോ ദിവസവും മാറുന്നതായിരിക്കരുത്, ഓരോ മാസവും മാറുന്നതായിരിക്കരുത്. എനിക്കൊരു നല്ല വീട്, ഇത്ര ലക്ഷത്തിന്റെ അല്ലെങ്കിൽ ഇത്ര കോടിയുടെ ഒരു വീട് ഇന്ന സ്ഥലത്ത് ഉണ്ടാവണം എന്ന് നമ്മൾ ഒരിക്കൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ആ ഒരു വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി വ്യക്തമായ തീരുമാനമെടുത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതാണ് സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ ആയിരിക്കണം എന്ന് പറയാൻ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മെഷറബിൾ ആയിരിക്കണം. രണ്ടാമത്തെ അക്ഷരമാണ് M. അതിനെ എന്തിനെ സൂചിപ്പിക്കുന്നു? മെഷറബിൾ ആയിരിക്കണം. മെഷറബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് ഒരു കൃത്യമായ ഒരു അളവുണ്ടായിരിക്കണം. അല്ലാണ്ട്
50 ലക്ഷത്തിന്റെ ആവാം, അല്ലെങ്കിൽ 1.5 കോടിയുടെ ആവാം, ഏതെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ കിട്ടുന്നതായിക്കോട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല നമുക്ക് വേണ്ടത്. കൃത്യമായ ഒരു അളവ് അതിനുണ്ടായിരിക്കണം. ഇത്ര എന്താ പറയുന്നത്, ഇത്ര മൂല്യം വരുന്ന ഒരു കാര്യം എനിക്ക് നേടിയെടുക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് അത് മെഷറബിൾ ആകുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ പോയിന്റ് സൂചിപ്പിക്കുന്നത് സ്മാർട്ട് എന്ന ഗോളിലേക്ക് എത്താൻ മെഷറബിൾ ആയിരിക്കണം എന്നുള്ളതാണ് വ്യക്തമായി പറയുന്നത്. മൂന്നാമത്തത് എന്ന് പറയുന്നത് അക്ഷരം എ ആണ്. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? അച്ചീവബിൾ ആയിരിക്കണം. അച്ചീവബിൾ എന്ന് പറഞ്ഞാൽ നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കണം. നാളെ അമേരിക്കൻ പ്രസിഡന്റ് ആവണം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സാധിക്കുമോ? ഏതാഗ്രഹവും സാധിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് സാധിക്കുമോ? അമേരിക്കൻ പ്രസിഡന്റ് ആണ്, ആദ്യം അമേരിക്കൻ പൗരനായി മാറണം. വേറെ എന്തെല്ലാം കടമ്പകളുണ്ട്. അതൊരു സാധാരണക്കാരനെ കൊണ്ട് സാധിക്കും. അല്ലെങ്കിൽ നാളെ ചന്ദ്രന് പോകണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചന്ദ്രന് പോകാൻ പറ്റുമോ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു എന്താ പറയുന്നത് പൊട്ടൻഷ്യൽ അനുസരിച്ച് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചീവബിൾ ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ് നമുക്ക്, ഒരു ഗോളാണ് നമുക്ക് മുന്നിൽ വെക്കേണ്ടത്. അത് നേടിയെടുക്കാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അത് എന്ന് പറയുന്നത് അച്ചീവബിൾ ആയിരിക്കണം. അപ്പൊ മൂന്നാമത്തെ കാര്യം SMA, അച്ചീവബിൾ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് R എന്ന ആൽഫബറ്റ് ആണ്. അത് വരുന്നത് റിയലിസ്റ്റിക് ആയിരിക്കണം. യഥാർത്ഥ ബോധത്തോടെ ഉള്ളതായിരിക്കണം. അത് മറ്റേതുമായിട്ടൊക്കെ കാര്യങ്ങൾ കണക്റ്റഡ് ആണ്. യാഥാർത്ഥ്യ ബോധത്തോടെ ആയിരിക്കണം നമ്മൾ ആ ഒരു സ്വപ്നത്തെ കാണേണ്ടത്. യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ പരമാവധി കഴിവുകൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ ആയിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നേടിയെടുക്കാൻ സാധിക്കും. അതിനാണ് റിയലിസ്റ്റിക് ആയിട്ടൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ആൽഫബറ്റ് ആണ് T എന്ന് പറയുന്നത്. അത് സൂചിപ്പിക്കുന്നത് ടൈം ബൗണ്ട് ആയിരിക്കണം. അതെ, സമയപരിധി നമ്മൾ കൊടുക്കണം അതിന്. അല്ലാണ്ട് അനന്തമായ കാലം കൊണ്ടോ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നുള്ള രീതിയിലോ അല്ല പ്രവർത്തിക്കേണ്ടത്. ഇത്ര നാളുകൾ കൊണ്ട് ഞാനിതാ ഒരു 3 വർഷം, അല്ല ചെറിയ ഗോളുകളാകാം, വലിയ ഗോളുകളാകാം, അതിൻ്റെതായ സമയം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ ശരിയായ രീതിയിൽ, ശരിയായ അർത്ഥത്തിൽ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. ശരിയായ രീതിയിലുള്ള പ്രവർത്തനം നമ്മളിൽ നിന്ന് ഉണ്ടാകുകയുള്ളൂ. അതിനൊരു സമയപരിധി കൊടുക്കുക. 1 വർഷം കൊണ്ട് നേടാനുള്ള ഗോളുകളുണ്ട്, 3 വർഷം കൊണ്ട് നേടാനുള്ള ഗോളുകളുണ്ട്, 5 വർഷം കൊണ്ട് നേടാനുള്ള ഗോളുകളുണ്ട്. അതിനൊരു സമയപരിധി വെച്ചിട്ട് 5 വർഷമാണ്, 5 വർഷം ഞാനിതാ ഇത്ര കോടിയുടെ ഒരു വീട് നേടിയെടുക്കണം എനിക്ക്, ഞാൻ അതിന് 5 വർഷം കൊടുക്കുന്നു. ഇന്നത്തെ ഡേറ്റ് ഏതാണ്? ഇന്ന് ജനുവരി 22-ാം തീയതിയാണ്. അപ്പം 5 വർഷം കഴിഞ്ഞുള്ള ജനുവരി 22-ാം തീയതിക്കകം ഞാനത് നേടിയെടുത്തിരിക്കും. അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രവർത്തനം എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. ഉണ്ടായെങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ എന്നുള്ളൊരു ഉത്തരവാദിത്വ ബോധം നമ്മളിലേക്ക് കടന്നു വരും. അതിനുവേണ്ടി മറ്റുള്ളതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വ ബോധം നമ്മളിലേക്ക് കടന്നു വരും. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് അത് ടൈം ബൗണ്ടായി പ്രവർത്തിച്ച് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വ്യക്തമായ ഒരു ഗോൾ, സെറ്റ് യുവർ ഗോൾ എന്ന് പറയുന്നത് അത് സ്മാർട്ടായിരിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും നമുക്ക് തടസ്സമാകില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാ കാര്യങ്ങളും നമുക്ക് തടസ്സമായിരിക്കും. നമുക്ക് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തീർച്ചയായും ഈ ഒരു രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഗോളിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഏറെ എളുപ്പത്തിൽ നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ സാധിക്കും. ഇതിന് മുമ്പിൽ വരുന്ന പല തടസ്സങ്ങളെ നമുക്ക് നിസാരവൽക്കരിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ തടസ്സങ്ങളായിരിക്കും നമ്മളെ കീഴ്പ്പെടുത്തുന്നത്. അങ്ങനെ ഈ തടസ്സങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അശക്തരായി പോകും. നമ്മൾ എവിടെയെങ്കിലും വെച്ച് യാത്ര ചിലപ്പോൾ അവസാനിപ്പിച്ചു എന്ന് വരാം, ലക്ഷ്യത്തിലെത്താതെ മുന്നോട്ട് പോകാൻ സാധിക്കാതെ. അതിനെ മറികടക്കണമെങ്കിൽ തീർച്ചയായും ഒരു നല്ല തീരുമാനം എടുത്തുകൊണ്ട്, ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ സാധിക്കുകയുള്ളൂ. അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്, നമുക്ക് ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേണ്ടതാണ് അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഫോക്കസോടെ പ്രവർത്തിക്കണം, ഫോക്കസ് ചെയ്യണം.
നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ പോകാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ സ്പീഡ് കൂടും, വ്യക്തത ഉണ്ടാവും, സ്പീഡ് കൂടും, ഡയറക്ഷൻ കൃത്യമായിരിക്കും. അവിടെ നമുക്ക് സമയം ഒന്നും നമുക്ക് പാഴാക്കി കളയാനില്ല എന്നുള്ളതാണ് കാര്യം. അതിന് വേണ്ട ഫോക്കസോടെ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്, മുൻഗണന. മറ്റെന്തിനേക്കാളും നമ്മുടെ ഈ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള കാര്യത്തിന് വേണ്ടിയായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആ പ്രയോറിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ RCM ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എത്രാമത്തെ പ്രയോറിറ്റിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രയോറിറ്റി എന്ന് പറയുമ്പം ഇന്ന് പലർക്കും മറ്റൊരു കാര്യവും ഇല്ലെങ്കിൽ RCMന്റെ മീറ്റിങ്ങിന് വരാം, അല്ലെങ്കിൽ RCMന് വേണ്ടി അത് ചെയ്യാം. ഇന്ന് ആ കാര്യങ്ങളുണ്ട്, ഈ കാര്യങ്ങളുണ്ട്, കല്യാണത്തിന് പോകണം, 28 കെട്ടിന് പോകണം, ഉത്സവത്തിന് വേണം, പെരുന്നാളിന് പോകണം, അതെല്ലാം കഴിഞ്ഞിട്ട് RCM ബിസിനസ് ചെയ്യാൻ സമയം കിട്ടിയത് വരികയില്ല. അവിടെ പ്രയോറിറ്റി ലിസ്റ്റിൽ RCM ഇല്ല അവർക്ക്. അത് അവരുടെ RCM ഒരിക്കലും മുന്നോട്ട് ഒരു ചുവട് പോലും, ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകുന്നു അറിയില്ല. പക്ഷെ ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുത്ത് നിങ്ങളുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചു നോക്കിയോളൂ, മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കും. അത് മാറ്റിവെച്ചാൽ ഒന്നും സംഭവിക്കുകയല്ലെന്നേ. സംഭവിക്കും നമുക്ക് തോന്നുന്നല്ലേ. നമ്മളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മളായിരിക്കണം. എന്തൊക്കെയാണ് വേണ്ടത്? എനിക്കിങ്ങനെ സ്വപ്നമുണ്ടെങ്കിൽ നേടിയെടുക്കേണ്ട അവകാശം എൻ്റേത് മാത്രമാണ്, എൻ്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ്. എനിക്കൊരു സ്വപ്നം കാണാനുള്ള അവകാശം എനിക്കുണ്ട്, അത് നേടിയെടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അത് ആർക്കും ചോദിക്കാൻ പറ്റില്ല. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ഉത്തരവാദിത്തം എൻ്റെയാണ്, അവകാശം എൻ്റെയാണ്. അതിന് മറ്റുള്ള കാര്യങ്ങൾ മാറ്റിവെപ്പിച്ച് ഈ സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് എൻ്റെ മാത്രം കാര്യമാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അങ്ങനെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ആ പ്രയോറിറ്റി നിങ്ങൾക്ക് ഒന്നാമത്തെ പ്രയോറിറ്റി കൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കാര്യങ്ങൾ എളുപ്പമാകും. ആർക്കും ചോദിക്കാൻ പറ്റില്ല. എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്, അതിനെ ആർക്കും ചോദിക്കാൻ സാധിക്കില്ല. അപ്പം ആ ഒരു പ്രയോറിറ്റിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കണം. ഒന്നാമത്തെ പ്രയോറിറ്റി നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി, നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഉള്ളതായിരിക്കണം. ആ ഒരു രീതി പ്രയോറിറ്റിയിലേക്ക് കൊണ്ടുവരാം. അവിടെയാണ് പിന്നെ കൊടുക്കേണ്ടത് സമയം എന്ന് പറയുന്നത്. സമയം പ്രയോറിറ്റി, ഒന്നാമത്തെ പ്രയോറിറ്റി ആണെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കുന്നത്രയും സമയം നിങ്ങൾക്ക് അതിന് കൊടുത്തേ പറ്റുകയുള്ളൂ. മറ്റുള്ളതിൽ നിന്നും 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ നിന്നും നിങ്ങൾക്ക് അതിനെത്രമാത്രം സമയമാണോ ഈ ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇല്ലെങ്കിൽ, സമയമില്ലെങ്കിൽ പിന്നെ പ്രയോറിറ്റിയിലൊന്നും ഒരു കാര്യമില്ല. മറ്റുള്ള കാര്യങ്ങൾക്ക് അവിടെ പ്രയോറിറ്റി ഇല്ലെന്നായി പോകും. അവിടെ സമയം രണ്ടാമത്തെ കാര്യമാണ്. എത്രമാത്രം സമയമുണ്ടോ അത്രയും സമയം നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇവിടെ പലർക്കും സമയമില്ലെന്നുള്ളതാണ് പ്രശ്നം. സമയമില്ലെങ്കിൽ RCM ബിസിനസ് ഇല്ല. ഇവിടെ സാമ്പത്തികമല്ല ആവശ്യം, സമയമാണ് ആവശ്യം. നിങ്ങളുടെ സമയമാണ് ആവശ്യം. എത്ര സമയം RCM ബിസിനസ്സിന് വേണ്ടി, അതിന്റെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, അതിനെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടി, അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി, അതിന്റെ ആക്ഷന് വേണ്ടി. അതെ, നോളജ് പ്ലസ് ആക്ഷൻ ഈസ് ഈക്വൽ ടു റിസൾട്ട് എന്ന് ബാബു സാർ നമ്മളെ നിരന്തരം പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അറിവ് നേടാൻ സമയം കൊടുക്കണം, അതിനെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സമയം കൊടുക്കണം. ഇത് നിരന്തരം നടക്കണം. ഈ നിരന്തരം നടന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അവിടെ സമയമാണ് ആവശ്യം. സമയം എത്രമാത്രം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നു അവിടെ തീർച്ചയായിട്ടും നമ്മുടെ ഫോക്കസോടെ ലക്ഷ്യത്തിലേക്ക് പോകാൻ സാധിക്കും. പിന്നെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനം. അവിടെ സമയം കൊടുത്തു, ഫോക്കസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അവിടെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനം, അതിലാണ് നമുക്ക് സിസ്റ്റം ഉള്ളത്. സിസ്റ്റം നമുക്ക് ഗൈഡ് ലൈൻ തന്നിട്ടുള്ളത്. അതിലൂടെ മാത്രം പോവുക. വേറെ ഒന്നും പുതിയതായിട്ടൊന്നും പരീക്ഷിക്കേണ്ട ആവശ്യമില്ല. അത് മാത്രം ചെയ്ത് മുന്നോട്ട് പോയാൽ, ശരിയായ രീതിയിലുള്ള സിസ്റ്റം അനുസരിച്ച് പ്രവർത്തനം മുന്നോട്ട് നടത്തിയാൽ മാത്രം മതി നമുക്ക്. അവിടെയാണ് ഫോക്കസ്, പ്രയോറിറ്റി, ടൈം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. ഇതില്ലാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ RCM ബിസിനസ്സിൽ ഞാനും ഉണ്ടായിരുന്നു, ഞാനും തുടങ്ങിയിരുന്നു, എനിക്ക് വലിയൊന്നും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല, ഞാൻ നിർത്തി എന്നൊക്കെ പറയേണ്ടി വരുന്നതിന്റെ കാര്യം അതാണ്. മറ്റുള്ളതിനൊക്കെ സമയം കൊടുക്കും.
RCM സമയം കൊടുക്കുകയില്ല, പ്രയോറിറ്റി കൊടുത്തിട്ടില്ല, കൊടുക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് സംബന്ധിച്ചിടത്തോളം RCM വിജയം എന്ന് പറയുന്നത് അന്യമായിരിക്കും. ഓക്കെ, അടുത്ത അതാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസോടെ പ്രവർത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് വേണ്ടത്. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ, അതാണ് അടുത്ത പോയിന്റ് ആണ് വർക്ക് വിത്ത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. വർക്ക് വിത്ത് ഡിസിപ്ലിൻ. അപ്പം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും, നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനൊരു അച്ചടക്കം ഉണ്ടാകണം. എല്ലാ രീതിയിലുള്ള അച്ചടക്കം ഉണ്ടാകണം. നമുക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ടാവണം, അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. നമ്മൾക്ക് ഒരു വിശ്വാസയോഗ്യമായിരിക്കണം. നമ്മൾ ഏതൊരു വ്യക്തിയോടും പ്രവർത്തിക്കുമ്പോൾ, RC ബിസിനസ് എന്ന് പറയുന്നത് മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളും ഇടപെടലുകളും ഒക്കെയാണ്. അവിടെ ഒരു വിശ്വാസയോഗ്യത നമുക്കുണ്ടാകണം. അപ്പം വർക്ക് വിത്ത് സമയത്തിന്റെ കാര്യത്തിൽ എല്ലാ രീതിയിലുള്ള ഒരു വിശ്വാസയോഗ്യത ഉണ്ടെങ്കിൽ അവിടെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ അച്ചടക്കത്തോടെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ചെയ്യേണ്ട നമ്മുടെ കാര്യമാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യമാണെങ്കിലും മറ്റന്നാളാവട്ടെ എന്നുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം. അത് തന്നെയാണ് നമ്മുടെ അച്ചടക്കത്തോടെയുള്ള അവരോട് പറഞ്ഞ് അവിടെ എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ അവരോട് നമ്മളോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരോട് ഉള്ള സമീപനം എല്ലാം നമുക്ക് എങ്ങനെയുള്ളതായിരിക്കണം? ഡിസിപ്ലിൻഡ് ആയിരിക്കണം, അച്ചടക്കത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കണം. നമ്മളെന്നാൽ ഒരു ലീഡർ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഒരു പരാതി ഉണ്ടാകാനുള്ള ഒരു അവസരം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഒരു ഡിസിപ്ലിനോടെയുള്ള ഒരു പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് വർക്ക് വിത്ത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ് ആണ് നമുക്ക് കീപ് ലേണിംഗ് ഫോർ അൺഎൻഡിങ് ഗ്രോത്ത്. കീപ് ലേണിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നത് അറിവ് നേടുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ എന്തിനു വേണ്ടി? അൺഎൻഡിങ് ഗ്രോത്തിന് വേണ്ടിയിട്ട്, അവസാനമില്ലാത്ത പരിധിയില്ലാത്ത ഗ്രോത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും സാധ്യമാകുന്ന കാര്യങ്ങളാണ്. നമ്മൾ അറിവുകൾ നേടി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. അറിവുകൾ നേടി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും തുടർന്ന് വരുന്ന അറിവുകളെ നമുക്ക് സ്വായത്തമാക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു ചാനലിൽ, ഈ ഒരു ട്രാക്കിൽ നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം പിന്നെ അത് സ്വാഭാവികമായി സംഭവിച്ചുകൊള്ളും. നമ്മൾ ഒപ്പം നിന്നാൽ മാത്രം മതി. അപ്പോൾ കീപ് ലേണിംഗ് ഫോർ അൺഎൻഡിങ് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. അതെ, എങ്കിൽ മാത്രമേ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ആ പരിധിയില്ലാത്ത നേട്ടത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് അതാണ്. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുവാൻ നിരന്തരമായി ശ്രമിക്കുക. അവിടെ ഞാൻ എന്താ പറയുന്നത്, ഒരു പരസ്യവാചകം, മറ്റൊരു പ്രസ്ഥാനത്തിന്റെ പരസ്യവാചകം ഞാൻ കടമെടുത്തുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഇതാണ്: നേരോടെ നിർഭയം നിരന്തരം. RCM ചെയ്യേണ്ടത് എങ്ങനെയാണ്? സത്യസന്ധമായി. നേരോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായി മാത്രമേ നമ്മുടെ പ്രവൃത്തി ചെയ്യാൻ പാടുള്ളൂ. അത് മറ്റുള്ളവരോട് പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം സത്യസന്ധമായിരിക്കണം. ഇടപെടലുകൾ സത്യസന്ധമായിരിക്കണം. എങ്കിൽ മാത്രമേ ഇതൊരു 1-2 ദിവസത്തേക്ക് വേണ്ടിയുള്ള ഒരു സംഭവമല്ല. RCM എന്ന് പറയുന്നത് തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ്. അവിടെ സത്യസന്ധമായി മാത്രം പ്രവർത്തിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അത് ശാശ്വതമാകുകയുള്ളൂ. അപ്പോൾ അടുത്തതാണ് നിർഭയം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നമുക്ക് നല്ലപോലെ തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ, ആ അറിവ് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയം നമ്മളിൽ നിന്ന് അകന്നു പോകും. ഭയത്തിന്റെ ആവശ്യമില്ല. ഭയപ്പാടില്ലാതെ ധൈര്യത്തോടെ നമ്മുടെ പ്രവൃത്തി ചെയ്യാൻ സാധിക്കണം. അവിടെയാണ് നിർഭയം. നേരോടെ നിർഭയം. പിന്നെ എന്താണ്? നിരന്തരം. RCMന്റെ ആത്മാവാണ് നിരന്തരം, കൺസിസ്റ്റന്റ് ആയി ചെയ്യുക എന്നുള്ളത്. അല്ലാണ്ട് ഒരു ആവേശത്തിന് ചെയ്ത് തുടങ്ങി നിർത്തിപ്പോകുന്ന അർത്ഥമില്ല. നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക. ചെയ്യേണ്ട കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക, നിരന്തരം ചെയ്യുക. ആ കൺസിസ്റ്റൻസി നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നേരോടെ നിർഭയം നിരന്തരം RCM ചെയ്തോളൂ. നമുക്കെല്ലാവർക്കും വിജയം നേടാൻ സാധിക്കും. സമയം അതിക്രമിച്ചിരിക്കുന്നു. എനിക്ക് ഈ അവസരം തന്ന റിജിമോൻ സാറിനും മറ്റെല്ലാവർക്കും, എന്നെ കേട്ടിരുന്ന
ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. JRCM, ഗുഡ് RCM.